السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട ആളുകൾക്ക് മുഴുവൻ അറിയാം, വളരെ ഗുണകാംക്ഷയോടുകൂടി മാത്രമായിരുന്നു അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് നാം ആ പരിപാടി വെച്ചതും അത് അവതരിപ്പിച്ചതും. എന്നാൽ പക്ഷേ മറുപടി പറയാൻ വന്ന ആളുകളിൽ അത്തരത്തിലുള്ള യാതൊരു മര്യാദകളും നമ്മൾ കണ്ടിട്ടില്ല. മാന്യതകളൊന്നും തന്നെ പാലിക്കാത്ത രൂപത്തിൽ വ്യക്തിപരമായും അതുപോലെ തന്നെ ഈ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ പൊളിച്ചു കളയുന്ന രൂപത്തിലുള്ള കള്ളവാദങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി. ഇവരുടെ അസഹ്യത കാണുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് പറയുമ്പോൾ അസഹ്യത കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് തന്നെയാണ് ഓർമ്മ വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അല്ലാഹു മാത്രം എന്ന് പരാമർശിക്കപ്പെട്ടാൽ അല്ലാഹുവിനോട് മാത്രം തേടുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക. ഇങ്ങനെ കാര്യം പ്രസ്താവിക്കപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകളുടെ ഖൽബുകൾക്ക് അസഹ്യത അനുഭവപ്പെടുകയാണ്. വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. എന്നാൽ അല്ലാഹുവിന് പുറമെ മറ്റാരാധ്യന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അല്ലാഹുവിനോട് തേടേണ്ട കാര്യങ്ങൾ ഇവരോടും തേടാം. ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവരതാ സന്തോഷിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളുടെ സ്വഭാവമായി പറഞ്ഞത് പലപ്പോഴും ഇത്തരത്തിലുള്ള തൗഹീദി പ്രഭാഷണങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുകയാണ്. അവരോട് പറയുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം തന്നെയാണ്. മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈതാ, അവരുടെ ഉപമ എന്ന് പറയുന്നത് ഒരു വീട് സ്വീകരിച്ച എട്ടുകാലിയെ പോലെയാകുന്നു. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്, തീർച്ചയായും വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് അത് എട്ടുകാലിയുടെ വീട് തന്നെയാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ
നിങ്ങൾ ഈ കെട്ടിപ്പടിച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ദുർബലമായ ആരോപണങ്ങളാണെന്നുള്ളത് സഹോദരങ്ങളെ തൗഹീദിന്റെ ബാലപാഠം അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വലാ യഅതൂനക ബിമസലിൻ, അവരേതൊരു പ്രശ്നവും കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരുന്നു, ഇല്ലാ ജിനാക ബിൽ അഹഖി വ അഹ്സന തഫ്സീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ യാഥാർത്ഥ്യവും ഏറ്റവും നല്ല വിവരണവും കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരാതെ ഇല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ തൗഹീദിന്റെ വിഷയം അത് വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മറുപടിക്കൊരു മറുപടി തന്നെ നമ്മൾ ഈ പ്രദേശത്ത് വെക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പടച്ചിട്ടുള്ളത് ആണിനെയും പെണ്ണിനെയും ജിന്നിനെയും മലക്കിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളതിന്റെ ഒരേ ഒരു ലക്ഷ്യം റബ്ബിനോട് മാത്രം തേടാനാണ്. പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിനെ അർപ്പിക്കുക എന്നുള്ളതല്ലാതെ അല്ലാഹു നമ്മെ പടച്ചതിന്റെ ലക്ഷ്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല പറഞ്ഞത് അതാ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചിട്ടുള്ളത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ സത്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമുഖത്തുള്ള എല്ലാ പ്രദേശത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംബിയാ മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായങ്ങളിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ്, അവരോട് ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണേ. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വ ദുർമൂർത്തികളെയും നിങ്ങൾ വെടിയണമേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ അമ്പിയാക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കൾ എല്ലാ പ്രദേശത്തേക്കും പോയിട്ടുള്ളത് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവരെല്ലാവരും ജനങ്ങളോട് പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ് ആരാധന. അഥവാ ഈ ആയത്തിന്റെ വിവക്ഷ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അനിഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിന്റെ വിവക്ഷ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിനെ മാത്രം ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലീങ്ങളെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നാണ് ഇതിന്റെ സാരം. അപ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങൾ അമ്പിയാക്കളുടെ ആ ദഅവത്തിനെതിരാണ്, അവർ ക്ഷണിച്ച കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. തിരിച്ചറിയേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ഉയരവും ഉരുള പ്രദേശങ്ങളിൽ കയറി പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആരാധനക്കർഹതയുള്ളത് അല്ലാഹു മാത്രമാണ് എന്ന് നിങ്ങൾ പറയണം. ആരാധനകൾ ലഭിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അതിന് അവകാശമില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. എങ്കിൽ നിങ്ങൾ വിജയിക്കും, തുഫ്ലിഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നോക്കൂ സഹോദരങ്ങളെ, എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഈ ഉമ്മത്ത് ക്ഷണിച്ചതിലേക്ക് പോകുന്നതിന് പകരം താക്കീത് ചെയ്ത കൊടിയ ശിർക്കിലേക്ക് കുതിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ വന്ന് പ്രസംഗിച്ചവന്മാരെ പോലെയുള്ള അല്ലാഹുവിന്റെ ദീനിനെ, കൃത്യമായ തൗഹീദിനെ അത് ശിർക്കായി അവതരിപ്പിക്കുകയും ശിർക്കിനെ തൗഹീദായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന പിഴച്ച പണ്ഡിതന്മാരല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരക്കാരെ കുറിച്ച് താക്കീത് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നാളെ പരലോകത്തെത്തിയാൽ ആളുകൾ അല്ലാഹു തആലയോട് പറയും, റബ്ബനാ ഇന്നാ സതഅനാ സാദതനാ വ കുബറാനാ, റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സാദാത്തുക്കളെയും കുബറാക്കളെയും ഞങ്ങളിതാ അനുസരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാരെ, പ്രമാണിമാരെ, പണ്ഡിതന്മാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീൽ, അങ്ങനെ അവർ നമ്മുടെ വഴി അത് കേടിലാക്കി നമ്മളെ വഴിതെറ്റിച്ച് കളയുന്നു. റബ്ബനാ ആതിഹിം ദിഅഫൈനി മിനൽ അദാബ്, അതുകൊണ്ട് റബ്ബേ, നാളെ നമ്മുടെ സ്ഥലത്ത് വന്ന് തൗഹീദിനെ ശിർക്കായി അവതരിപ്പിച്ച, ശിർക്കിനെ തൗഹീദായി അവതരിപ്പിച്ചിട്ടുള്ള ഇത്തരം പണ്ഡിതന്മാർക്ക് റബ്ബേ, ഇവരെ വാക്കുകൾ കേട്ടാണല്ലോ ശിർക്കിന്റെ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറ,
അള്ളാഹുവേ ഇവർക്ക് വലിയ ശാപം നീ നൽകണമേ എന്ന് ദുആ ചെയ്യുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തെത്തിക്കൊണ്ട് വിരൽ കടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വഴി ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ, ഇത്തരക്കാരുടെ വഴി ഞാൻ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, ഇവർ പറയുന്നത് കേട്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്ന പ്രമേയം അത് ഞാൻ അനുസരിക്കാതിരുന്നത് കൊണ്ട് എനിക്കുണ്ടായ ദോഷത്തെക്കുറിച്ച് വിലപിക്കുന്നതിന് പകരം സഹോദരങ്ങളെ, ഇന്നത് കേട്ട് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഈ പരമമായ തൗഹീദിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാതെയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ പരലോകത്ത് സഹോദരങ്ങളെ ശാശ്വതമായ നരകമാണ്. പരലോകത്ത് ശാശ്വതമായ നരകമാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ ദീനിൽ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവർക്കുള്ള സങ്കേതം നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ശിർക്ക് എന്ന കൊടിയ അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് അവിടെ ഒരു സഹായിയും കണ്ടെത്താൻ സാധിക്കുകയില്ല. അവരെ കൈപിടിച്ചുയർത്താൻ ഒരാളും ഉണ്ടാവുകയില്ല, ഒരു വലിയ ഉണ്ടാവുകയില്ല, ഒരു ശൈഖ് ഉണ്ടാവുകയില്ല. ഒരു നബിക്ക് പോലും ശിർക്കിലകപ്പെട്ട ഒരാളെ പരലോകത്ത് വെച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ ഹദീസ് പറഞ്ഞപ്പോൾ അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, എന്റെ ശഫാഅത്ത് നാളെ പരലോകത്ത് വെച്ച് ലഭിക്കുന്നത് ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്കാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത മറ്റെന്തു പാപങ്ങളുമായി നീ പരലോകത്തെത്തിയാലും ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശത്താൽ നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നതായിരിക്കും, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിലൂടെ നിനക്ക് സ്വർഗ്ഗ പ്രവേശനം സാധ്യമാകും. പക്ഷെ നീ ശിർക്ക് പ്രവർത്തിച്ചിട്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ ഒരു റസൂലും നിന്നെ കൈപിടിക്കുകയില്ല, ഒരു ഷെയ്ഖും നിന്നെ കൈപിടിക്കുകയില്ല, ഒരാളും നിന്നെ സഹായിക്കുകയില്ല എന്ന കാര്യം നീ വളരെ ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മറുപടി പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്നിട്ടുള്ള സഖാഫി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളത്. കാരണം മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച്, ആ ജഹലിനെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജാഹിലിയത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം? നമ്മൾ വളരെ കൃത്യമായി അവിടെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. മക്കാ മുശ്രിക്കുകൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മക്കയിലുള്ള മുശ്രിക്കുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഹൈന്ദവ സമൂഹത്തെ പോലെയോ ജൈനന്മാരെയോ ബുദ്ധന്മാരെയോ പോലെ അള്ളാഹുവിന് പുറമെ തീർത്തും മറ്റൊരു ഇലാഹിനെ സ്വീകരിച്ച ആളുകളല്ല. മക്കയിലുള്ള മുശ്രിക്കുകൾ സഹോദരങ്ങളെ, ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിനെ പോലെ അള്ളാഹുവിനെ അറിയാത്ത മറ്റേതെങ്കിലും ഭഗവാനോ മറ്റാരെങ്കിലുമാണ് ലോകങ്ങളെ സൃഷ്ടിച്ചതെന്നോ അതിനെ പരിപാലിക്കുന്നതെന്നോ വിശ്വസിക്കുന്നവരായിരുന്നില്ല. മറിച്ച് മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അള്ളാഹു തആലയെ അറിയാമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അബ്ദുള്ളമാരുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയാമെന്ന് മാത്രമല്ല, ആകാശഭൂമികളെ പടച്ചത് അവനാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അവനാണ്, മക്കയിലേക്കുള്ള മഴ പെയ്യിക്കുന്നത് അവൻ തന്നെയാണ്, മക്കയിലുള്ള പുല്ലുകൾ മുളയ്ക്കുന്നത് അള്ളാഹു അയച്ച മഴയിലൂടെയാണ്. അങ്ങനെ കൃത്യമായി മക്കാ മുശ്രിക്കുകൾ, അബൂജഹലും അതുപോലെ ഉത്ബത്തും ഷൈബത്തും അങ്ങനെയുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ ചിന്ത തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന തലങ്ങളിലേക്ക് എത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ചിന്തിക്കും, ശരി, അങ്ങനെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആകാശഭൂമികളെ പടച്ചത് അള്ളാഹു ആണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, പിന്നെ എന്തിനാണ് അവർ മുശ്രിക്കുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവർ കാഫിറുകളാണെന്ന് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആളുകളുടെ ചിന്ത അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ചിന്തിക്കുന്ന വഴി ആ ചിന്തക്കുള്ള ഉത്തരം ഖുർആൻ തന്നെ നൽകും. അവർ മക്കാ മുശ്രിക്കുകൾ, അവർ മുശ്രിക്കുകളായത് അള്ളാഹുവിനെ അറിയാത്തവരായത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ സ്വാലിഹീങ്ങളെയും അമ്പിയാക്കളെയും ആവശ്യമുണ്ട്. അവരോടുള്ള പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകളായി തീരും, ഷഫാഅത്തായി തീരും. നമുക്ക് അള്ളാഹുവിനോട് വലിയ അടുപ്പമൊന്നുമില്ല, ഇത്തരക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരും എന്ന കാര്യം, എന്ന പരമാർത്ഥം നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന സഖാഫി വന്നു പറയുകയുണ്ടായി, എന്ത് പോയത്തമാണ് ഇവർ പറയുന്നത്? മക്കയിലുള്ള മുശ്രിക്കുകളുടെ അല്ലാഹ് വേറെയാണ്. മക്കയിലുള്ള മുശ്രിക്കുകളും
അവർ പറഞ്ഞ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉത്തരമായി പറഞ്ഞിട്ടുള്ള കാര്യം അത് വേറെയാണ്. അവരുടെ അള്ളാഹ്ക്ക് മലക്കുകൾ പെൺമക്കളായി ആണെന്ന് വിശ്വസിക്കുന്ന അള്ളയാണ്. അവരുടെ അള്ളാഹ് അങ്ങനെയുള്ള ഒരുപാട് കുട്ടിയിലാഹുകളൊക്കെയുള്ള അള്ളയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പരിചയപ്പെടുത്തിയ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ് അങ്ങനെയല്ല. അതുകൊണ്ട് അവർ പറഞ്ഞ ഉത്തരമായ അള്ളാഹ് അത് വേറെയാണ് എന്ന് വളരെ കള്ളം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ പാരായണം ചെയ്ത ആയത്തുകൾ തന്നെ മതിയായതായിരുന്നു. അത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു വിശദീകരണം ആവശ്യം പോലും ഇല്ലാതെ അവർ വിശ്വസിച്ചത് അത് യഥാർത്ഥ അല്ലാഹു തആലയിൽ തന്നെയാകണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആയത്തിൽ ചിലത് നിങ്ങളെ കേൾപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. നബിയെ, മക്കയിലുള്ള മുശ്രിക്കുകളോട് ചോദിക്കുക, ആരാണ് ആകാശഭൂമികളിലുള്ള ആളുകൾക്ക് റിസ്ക് നൽകുന്നത്? അമ്മ യംലികു സമഅ വൽ അബ്സാർ. കണ്ണുകളെയും കാഴ്ചകളെയും ഉടമപ്പെടുത്തുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. മയ്യിത്തായതിൽ നിന്നും ജീവനുള്ളതിനെ ചില തഫ്സീറുകളിൽ കാണാം കോഴിമുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അതുപോലെ ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെ കൊണ്ടുവരുന്നത് ആരാണ്? ഇതൊക്കെ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, ലോകങ്ങളുടെ നിയന്താവ് ആരാണെന്ന് മക്കയിലുള്ള മുശ്രിക്കുകളോട് നബിയെ ചോദിക്കുക. ഫസയഖൂലൂന അല്ലാഹ്. അത് അല്ലാഹു തന്നെയാണ് എന്നവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാൻ. എന്നിട്ട് ആ മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യവും. ഫഖുൽ, നബി അവരോട് ചോദിക്കണം, അഫലാ തത്തഖൂൻ. നിങ്ങൾക്ക് സൂക്ഷ്മത കാണിച്ചൂടെ? റിസ്ക് മുഴുവൻ അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കുക, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് പുണരുക. എന്നിട്ട് നന്ദി അല്ലാഹുവിനോട് പറയുന്നതിന് പകരം അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും കൊടുക്കുന്ന കാര്യത്തിൽ നിന്നും സൂക്ഷ്മത പുലർത്തി നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, സമാനമായ ആയത്തുകൾ ഖുർആനിൽ ഒരുപാടുണ്ട്. സൂറത്ത് അൻകബൂത്ത് എടുക്കുക, 61-ാമത്തെ ആയത്ത്. സൂറത്തുൽ ലുഖ്മാൻ എടുക്കുക, 25-ാമത്തെ ആയത്ത്. സൂറത്തു സുമർ എടുക്കുക, 38-ാമത്തെ ആയത്ത്. സൂറത്തു സുഖ്റുഫ് എടുക്കുക, 9-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരായത്ത് കൂടി നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ. നബിയെ, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുക, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന എല്ലാത്തിന്റെയും മാലിക്കാരാണെന്ന് നബിയെ അവരോട് ചോദിക്കുക. എങ്ങനെയുള്ള മാലിക്കാണ്? വഹുവ യുജീറു വലാ യുജാറു അലൈഹി. അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നവൻ. അവനെതിരിൽ അഭയം നൽകാനായിട്ട് ഒരാളുമില്ല. അങ്ങനെയുള്ള ഒരുവൻ ആരാണ് എന്നവരോട് ചോദിക്കുക. ഇൻ കുൻതും തഅലമൂൻ എന്നവരോട് ചോദിക്കാൻ പറയുമ്പോൾ അതിനുത്തരമായിട്ടും മക്കയിലെ മുശ്രിക്കുകളുടെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവനാണ് രക്ഷകൻ. അള്ളാഹ്ക്കെതിരെ രക്ഷപ്പെടുത്താൻ ലാത്തയുണ്ടെന്നോ മനാത്തയുണ്ടെന്നോ ഉസ്സയുണ്ടെന്നോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും വിഗ്രഹത്തിന് സാധിക്കുമെന്നോ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണല്ലോ ഖുർആനിന്റെ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തെക്കാൾ എളുപ്പമുള്ള ഏത് സംസാരമാണുള്ളത്? ഏതൊരു സാധാരണക്കാരന്റെ ബുദ്ധിയെയും തൊട്ടുണർത്തുന്ന ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇവർ വന്നിവിടെ പറയുകയുണ്ടായി, ഇതൊക്കെ ഈ മൗലവിമാർ വന്ന് പറഞ്ഞിട്ട് ഇവർ തെറ്റായ അർത്ഥം കൊടുക്കുകയാണ്. അങ്ങനെ ആയത്തോതി തെറ്റായ അർത്ഥം പറയുന്നത് ഖവാരിജികളുടെ സ്വഭാവമാണ്. അവർ കൊണ്ടുവന്ന ആയത്തൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും, ശരി തന്നെയായിരിക്കും, പക്ഷെ ഉദ്ദേശം പറയായിരിക്കും. അതാണല്ലോ ഖവാരിജികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. അങ്ങനെ ഇവർ ഖവാരിജികളാണ് എന്ന ആരോപണം മുസ്ലിയാരുടെ പക അത് വേറെയും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതിനോട് പ്രാമാണികമായി ഇവർ അംഗീകരിക്കുന്ന മുഫസ്സിറുകളെയും ഇവർ അംഗീകരിക്കുന്ന ഫുഖഹാക്കളെയും മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് ഈ മറുപടി പ്രഭാഷണം തയ്യാറാക്കിയിട്ടുള്ളത്. അതല്ലാതെ ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ പള്ളി ദർസുകളിൽ പഠിക്കുന്ന, നിങ്ങൾ മദ്ഹബുകളായി സ്വീകരിക്കുന്ന മഹാന്മാരുടെ അയിമ്മത്തുകളായ ആളുകളുടെ, നിങ്ങളുടെ പണ്ഡിതന്മാരുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടും ഇബാറത്തുകൾ മുന്നിൽ കാണിച്ചുകൊണ്ടുമാണ് സഹോദരങ്ങളെ നിങ്ങളോട് ഇന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി മറുപടി പറയാനുള്ളത്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുള്ളതാണോ എന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നതാണോ കളവ്, അതല്ല ഈ മുസ്ലിയാർ വന്നിവിടെ പറഞ്ഞതാണോ കളവ് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊരു അപേക്ഷയാണ്, സത്യത്തിലേക്ക് നിങ്ങളെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷയാണ്. സഹോദരങ്ങളെ, ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇവർ ഏറ്റവും വലിയ മുഫസ്സിറായിട്ട് കാണുന്ന ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ, അദ്ദേഹം
വളരെ കൃത്യമായിട്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇബാറത്ത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ പരിശോധിക്കണം, ഇയാൾ പറഞ്ഞതാണോ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാൻ അറിയില്ലായിരുന്നു, അത് വേറെ അള്ളയാണ് എന്ന് പറഞ്ഞ സഖാഫിയുടെ വാദമാണോ ശരി, അല്ല ഞാൻ ഈ പറഞ്ഞു പോയതാണോ ശരി? നിങ്ങൾ പരിശോധിക്കണം. ഇതായി ഇമാം റാസി പറയുകയാണ്, സുമ്മ ബയ്യന തആല അന്ന റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ കൃത്യമായി വിശദീകരിച്ച് തരികയാണ്. എന്താണ് വിശദീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറയുകയാണ്, ഇദാ സഅലഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാൽ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഫസയഖൂലൂൻ, മക്കയിലെ മുശ്രിക്കുകൾ പറയും, ഇന്നഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയും. എന്നിട്ട് അദ്ദേഹം പറയാൻ, വഹാദാ യദുല്ലു, ഇത് അറിയിക്കുന്നുണ്ട്, അലാ അന്നൽ മുഖാതബീന ബിഹാദൽ കലാമി കാനൂ യഅരിഫൂന അല്ലാഹ വ യുഖിറൂന ബിഹി, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാമായിരുന്നു, അവർ അംഗീകരിച്ചിരുന്നു. കേവലം മഅരിഫത്തല്ല, ഇഖ്റാർ തന്നെ ഉണ്ടായിട്ടുണ്ട്. അഥവാ മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിനെ അറിയുമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി റാസി തങ്ങൾ, നിങ്ങൾ വലിയ പണ്ഡിതനായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന മുഫസ്സിറായിട്ട് തന്നെ ഉദ്ധരിക്കാറുള്ള ഞങ്ങളുടെ പണ്ഡിതനാണെന്ന് നിങ്ങൾ പലപ്പോഴും അഭിമാനപൂർവ്വം പറയാറുള്ള ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറിൽ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക. ആ പറയുന്ന മുഖാത്തബീങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ, അവർ കാനൂ യഅരിഫൂന അല്ലാഹ വ യുഖിറൂന ബിഹി, അടിവരയിട്ട് വെച്ചുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. എന്നിട്ട് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലാ തത്തഖൂൻ എന്ന് ചോദിച്ചത്? അദ്ദേഹം പറയുന്നുണ്ട്, അഫലാ തത്തഖൂൻ അൻ തജ്അലു ഹാദിഹിൽ ഔസാന ശുറകാഅ ലില്ലാഹി ഫിൽ മഅബൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ, മഅബൂദിയത്തിൽ ഇവരെ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചൂടെ? എന്തുകൊണ്ടാണ്? മഅഇതിറാഫികും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ്ദുനിയ വൽ ആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനി, കാരണം ദുനിയാവിലും ആഖിറത്തിലും ഒക്കെയുള്ള മുഴുവൻ റഹ്മത്തുകളും കാരുണ്യങ്ങളും ഖൈറുകളുമെല്ലാം അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വഅഇതിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുർ വൽ ബത്ത, ഈ പറയുന്ന ആരാധ്യ വസ്തുക്കൾക്ക്, ബിംബങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒട്ടും ലവലേശം നൽകാൻ സാധിക്കുകയില്ല. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അംഗീകരിച്ചതിന് ശേഷം അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്. ഈ പറയുന്ന ലാത്തക്കോ ഉസ്സക്കോ ഇവരുടെ രൂപമായി കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കോ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി അംഗീകരിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുന്നത്? എത്ര കൃത്യമായി സഹോദരങ്ങൾ അദ്ദേഹം പറയാൻ. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ഈ പറയുന്ന ആളുകൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഒട്ടും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പൊ ഇവർ പറയാറുണ്ടല്ലോ, അങ്ങനെ അവർക്ക് സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്. നമ്മൾ അങ്ങനെ സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ഖബറിലുള്ള ആളെ കുറിച്ചും വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവാണെന്നേ വിശ്വസിക്കുന്നുള്ളൂ എന്നാണല്ലോ ഇവർ പറയാറുള്ളത്. ഇവരും അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇതാ റാസിയുടെ കൃത്യമായി പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരോട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അള്ളാഹു ചോദിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ പോരെ, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിനെ പോരെ. ഈ കാണുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതായ കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി സഹോദരങ്ങളെ, അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരു സമസ്തക്കാരും അവരുടെ ഇമാമുകളായി പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചാണ്. അബുൽ ഹസൻ അശ്അരിയും അതുപോലെ തന്നെ അബൂ മൻസൂർ മാതുരിദിയും. ഈ പറയുന്ന രണ്ടാളൊരു വിശ്വാസം സരണി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ല എന്നാണ് സമസ്ത പഠിപ്പിക്കാറുള്ളത്. അവരുടെ മദ്രസ പുസ്തകങ്ങളിൽ പോലും നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നുകിൽ നമ്മുടെ അശ്അരിയോ അല്ലെങ്കിൽ മാതുരീദിയോ ആകണം എന്നാണ് അവർ പറയാറുള്ളത്. ഇതിൽ രണ്ടാമനായ മാതുരീദിയുടെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്നും ഞാനിതാ വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, അല്ലാഹുവിനെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ, മാ നഅ്ബുദുഹും, നമ്മൾ ഇവരോട് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമുക്കൊരു സാമീപ്യം നേടിത്തരണം എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്ന കാര്യം സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുക. ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്
എന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് അറഫു അന്നമാ കാനൂ യഅബുദൂന മിനൽ ഔസാനി വഗൈരിഹാ ലൈസു ബിആലിയത്തിൻ ഫിൽ ഹഖീഖ വലാ ലഹും അൽ ഉലൂഹിയ്യ ഹഖീഖ. ഇവർ ആരാധിക്കുന്നതായ ഇത്തരം വിഗ്രഹങ്ങൾക്ക് അവർ യഥാർത്ഥത്തിലുള്ള ഇലാഹുകളാണെന്നൊന്നും ഇവർ വിശ്വസിച്ചിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഉലൂഹിയത്ത് ഇവർക്കുണ്ടെന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഉലൂഹിയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പിന്നെ എന്തിനാണ് ഇവർ ആലിഹത്തെന്ന് പറഞ്ഞത്? ലാകിന്നഹും സമ്മൂഹ ആലിഹ. ഇവരെന്തിനാണ് ആലിഹത്തെന്ന് ഇവർ പറയുന്ന വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വളരെ കൃത്യമായി പറയാണ്, ലിഅന്നഹും കാനൂ യഅബുദൂനഹ. കാരണം അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഒരാൾ ഒന്നിനോട് ഇബാദത്ത് ചെയ്താൽ അത് അതിന്റെ ആരാധ്യനാക്കി എന്നാണ് അർത്ഥം. അത് യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ അല്ലെങ്കിലും ശരി. ഒരാൾ ഒരു കല്ലിനോട് ഇബാദത്ത് ചെയ്താൽ, ഒരാൾ ഒരു മരത്തോട് ഇബാദത്ത് ചെയ്താൽ, ഒരാൾ ഒരു വിഗ്രഹത്തോട് ഇബാദത്ത് ചെയ്താൽ, ഒരാൾ ഒരു ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഇബാദത്തിന്റെ ഏതെങ്കിലും അംശമായ പ്രാർത്ഥന സഹായതേട്ടം പോലെ വല്ലതും നൽകിയാൽ നിങ്ങൾ അതിനെ ഇലാഹാക്കി എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതല്ലാതെ ഇലാഹാണെന്ന് നിങ്ങൾ വേറെ വിശ്വസിക്കേണ്ടതില്ല, ഇലാഹാണെന്ന് നിങ്ങൾ വേറെ കരുതേണ്ടതില്ല. വകുല്ലു മഅബൂദിൻ ഇൻദൽ അറബി ഇലാഹ്. ആരാധിക്കപ്പെടുന്ന സകലതും അറബികളുടെ അടുക്കൽ അത് ഇലാഹാണ്. ലിഅന്നൽ ഇലാഹ ഹുവൽ മഅബൂദ്. കേൾക്കുക, യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന് പറയുന്നത് ആരാധിക്കപ്പെടുന്നവനാണ്, പ്രാർത്ഥിക്കപ്പെടുന്നവനാണ്, സഹായം ചോദിക്കപ്പെടുന്നതാണ്. അതൊക്കെ വളരെ കൃത്യമായി സഹോദരങ്ങളെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ താഴിൽ പറയുന്ന രണ്ട് കാര്യം കൂടി കേൾപ്പിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥ ഇലാഹുകളൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല, യഥാർത്ഥ ഉലൂഹിയത്ത് അല്ലാഹുവിനാണ് എന്നാണ് അവർ അംഗീകരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിന് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളോട് അവർ തേടി? അതിന് രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അഹദുഹുമാ, രണ്ടിൽ ഒന്നാമത്തേത്, ലിമാ ലം യറൗ അൻഫുസഹും തസ്ലുഹു ലിഇബാദത്തിൽ ഇലാഹിൽ അളീം ഔ തഖ്ദിറു അലൽ ഖിയാം ബിഖിദ്മതി ഫഅബദു ഹാദിഹിൽ അഷ്യാ റജാഅ അൻ തുഖർരിബഹും ഇബാദത ഹൗലാ ഇലല്ലാഹി സുൽഫാ വഅന്ന ഹൗലാ ശുഫാഅഹും ഇദ്ദ. അവർ സ്വന്തത്തിനെ അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ കഴിവുള്ള, നേരിട്ട് പ്രാർത്ഥിക്കാൻ അർഹതയുള്ളവരായി കണ്ടില്ല എന്നാണ്. നമുക്ക് നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ കഴിയില്ല. മറിച്ച് ഈ പറയുന്ന ആളുകളോട് പോയാൽ ഇവർ മഹാന്മാരാണ്. ആ വിഗ്രഹങ്ങളിലെല്ലാം തന്നെ ചില മഹാന്മാരുടെ പ്രതീകങ്ങളാണ്. ലാത്തയും ഉസ്സയും ഒക്കെ അറിയപ്പെട്ട മഹാന്മാരാണ്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു ശുഫാക്കളായിട്ട് ചേരാൻ സാധിക്കും. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഏതുപോലെ നാട്ടിലൊക്കെ നമുക്ക് നേരെ പോയിട്ട് രാജാക്കന്മാരോട് നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധിക്കുകയില്ല. അല്ലെ, ഇവിടെയുള്ള അത്തിപ്പറ്റയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിനെയോ അല്ലെങ്കിൽ MLA യോ MP യോ ഒക്കെ കണ്ടിട്ട് കാര്യങ്ങൾ നമ്മൾ ബോധിക്കും. അങ്ങനെ അവർ പോയിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകും. കാരണം നമുക്ക് നേരിട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നാണ്. അത് തന്നെയല്ലേ ഇവിടെ സമസ്ത പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ട്രാൻസ്ഫോമറിന് നേരിട്ട് കറണ്ട് വലിച്ചതുപോലെയാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇവിടുത്തെ സമസ്തയല്ലേ? നിങ്ങൾ അങ്ങനെ നേരിട്ടൊന്നും അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹു അകറ്റപ്പെടേണ്ടവനാണ്. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ ട്രാൻസ്ഫോമറിന് നേരിട്ട് വീട്ടിലേക്ക് കറണ്ട് എടുത്താൽ ലൈറ്റും ബൾബൊക്കെ അടിച്ചു പോകുന്നത് പോലെ നമ്മൾ അടിച്ചു പോകും. അതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വേണം. പവറൊക്കെ വോൾട്ടേജ് ഒക്കെ കുറയ്ക്കുന്ന ചില ആളുകൾ വേണം എന്നിവിടെ പഠിപ്പിച്ചു കൊടുത്ത സമസ്യയല്ലേ? അദ്ദേഹം പറയാണ്, മക്കയിലുള്ള മുശ്രിക്കുകളും അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാതെ ഇങ്ങനെ ഇടയാളന്മാരെ സ്വീകരിക്കാനുള്ള കാര്യം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന്റെ അടുക്കൽ അവിടെയും പറയുന്നുണ്ട് ഇലല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ അവിടെയും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യസ്ഥനായി തുടരാനാണ് എന്നാണ്. രണ്ടാമത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് അബദൂഹും, അവർ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ ഇബാദത്ത് ചെയ്തത് ലിമാ റഔ ആബാഅഹും ഖദ് അബദൂഹാ, അവരുടെ പൂർവ്വപിതാക്കളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. വേറൊന്നും ചിന്തിച്ചിട്ടല്ല. അവരുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. ഇതാണ് അവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ചില ആളുകളെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ കാരണം. വേറൊന്നും അവർ ചിന്തിക്കുകയില്ല. നമുക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ആയത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവർ പറയുമായിരുന്നു ഖാലു വജദ്ന അലൈഹി ആബാഅന വല്ലാഹു അമറനാ ബിഹാ. എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ ഒരു കളവും നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചത് എന്ന്. ഇത് മക്കാ മുശ്രിക്കുകൾ കളവായി പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ഇടയാളന്മാരാക്കുന്നത് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇസ്തദല്ലു ബിതർകിഹി ആബാഅഹും അലാ മാ അബദു മിനൽ അസ്നാമി അലാ ദാലിക് വലം യുആഖിബുഹും ഫിദ് ദുനിയ. എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഈ പറയുന്ന ആളുകളോടൊക്കെ അവരുടെ പൂർവ്വപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടും സഹായം തേടിയിട്ടും അള്ളാഹ് അങ്ങനെ ശിക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. അള്ളാഹ് എന്നിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അള്ളാഹ് അവരെ ശിക്ഷിക്കണ്ടേ? അവർ നല്ല നിലക്കല്ലേ മരിച്ചുപോയത്?
അതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണ് എന്ന കേവല മിഥ്യാധാരണ, അന്ധമായ മിഥ്യാധാരണയിലൂടെ മാത്രമാണ് അള്ളാഹുവിന് പുറമെ അവർ വളരെ കൃത്യമായി മറ്റുള്ള ആളുകളോട് പ്രാർത്ഥിച്ചത് എന്നുള്ളത് സഹോദരങ്ങളെ വളരെ കൃത്യമായി മാതുരീദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്. ഇതിലും ഞാൻ തെളിയിച്ചു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മക്ക മുശ്രിക്കുകൾക്ക് അറിയാമെന്നുള്ളത് ഇമാം മാതുരീദിയുടെ തഫ്സീറിൽ ഞാൻ ഈ പറഞ്ഞ ആയത്തിന്റെ താഴെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ല, നിങ്ങൾ മാതുരീദി വിശ്വാസമാണെന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഷിയാ വിശ്വാസം ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കപടന്മാരാണോ എന്ന് നിങ്ങൾ വളരെ വ്യക്തമാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വിശ്വാസമായി സ്വീകരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിൽ ഫഖ്റുദ്ദീൻ റാസി വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം കൂടി വളരെ കൃത്യമായ പ്രസക്തമായ ഒരു കാര്യമാണ്. അവർ പറയുന്ന കാര്യം ഫഖാലു ലൈസത് ലനാ അഹ്ലിയ അൻ നശ്തഗില ബിഇബാദത്തില്ലാഹി തആല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ അഹ്ലുകാരല്ല. ഇവിടെ പറയുന്ന പോലെ തന്നെ അല്ലാഹുവിനെ നേരിട്ട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ അതിന്റെ അഹ്ലുകാരല്ല. ബൽ നഹ്നു നശ്തഗിലു ബിഇബാദത്തി ഹാദിൽ അസ്നാം. അതുകൊണ്ട് നമ്മളിതാ ഈ അസ്നാമുകളെ, വിഗ്രഹങ്ങളെ ഒരു സങ്കല്പങ്ങളാക്കി അവിടെ നാട്ടിക്കൊണ്ട് അതിന്റെ അടുക്കിലേക്ക് പോകുന്നത് അള്ളാഹിന്റെ അടുക്കൽ ഇവർ ശുപാർശകരായിട്ടുണ്ടാകും. നമുക്ക് നേരിട്ട് അഹ്ലിയത്തില്ല. ഇതല്ലേ സഹോദരങ്ങളെ ഇവിടെ സാധുക്കളോട് പഠിപ്പിക്കുന്നത്? സാധുക്കളോട് പഠിപ്പിച്ചു വിടുന്നത് അങ്ങനെയല്ലേ? അമ്പലക്കടവ് ഫൈസി എന്ന് പറയുന്ന സമസ്തക്കാരന്റെ വാക്കുകൾ, ഗൗരവമുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. എന്നാൽ അംബിയ മുർസലീങ്ങളോട്, സാലിഹീങ്ങളോട് തേടിയാൽ ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. അതാണ് നിനക്ക് ഉത്തരം കിട്ടാൻ എളുപ്പം എന്ന് സാധുക്കളോട് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് ആരാണ് സഹോദരങ്ങളെ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വഇദാ സഅലക ഇബാദി അന്നി. നബിയെ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമൂഹത്തിന് പരിചയപ്പെടുത്താൻ പറഞ്ഞത് നേരിട്ട് ദുആ ചെയ്യാൻ പറ്റിയ അള്ളയാണ്. എന്നാൽ സമസ്തക്കാരോട് പറഞ്ഞു വിടുന്നത് അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് അദബല്ല എന്നാണ്. രാജാക്കന്മാരുടെ ഓഫീസിലേക്ക് നേരിട്ട് പോകാൻ പറ്റാത്തതുപോലെ അള്ളാഹിനോട് നേരിട്ട് തേടാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതാ ഇമാം റാസി വളരെ കൃത്യമായി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് ഈ ഒരു ചിന്ത എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വിഗ്രഹാരാധകരുടെ ഒരുപാട് തെറ്റായ സങ്കല്പങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ 4-ാമത്തെ അവരുടെ സങ്കല്പം അദ്ദേഹം പറയുന്നുണ്ട്. അന്നഹും വദഉ ഹാദിൽ അസ്നാമ വൽ ഔസാൻ, അവർ ഈ വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ നാട്ടിയിട്ടുള്ളത് അലാ സുവരി അംബിയാഹിം വ അകാബിരിഹിം, അവരിലെ പ്രമുഖന്മാരെയും അവരിലെ അമ്പിയാക്കളുടെയും രൂപത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ നാട്ടിവെച്ചിട്ടുള്ളത്? വസഅമു, അവർ വാദിക്കും അന്നഹും മതസ്തഗലു ബിഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ പറയുന്ന ഈ വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ ആരാധിക്കുന്നതിൽ വ്യാപൃതരായാൽ ഫഇന്ന ഉലൈക അൽഅകാബിർ യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹി തആല, ഈ പറയുന്ന ആളുകൾ ഞങ്ങൾക്ക് നാളെ ശുപാർശകരായി തീരും എന്നാണ്. ഇനി പറയാൻ പോകുന്ന വാക്കുകൾ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, മുതഅല്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ, ഇനി പറയാൻ പോകുന്ന വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട വാക്കാണ്. ഇമാം റാസി പറയുന്നു വനളീറുഹു ഫി ഹാദ സമാൻ, ഇതിന് സമാനമായ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ, വലിയ ആളുകളുടെ ഖബറുകളുടെ അടുക്കൽ പോയി പലരും അതിനെ ബഹുമാനിക്കുന്ന കാര്യം, അത് ഇതിന് സമാനമായ കാര്യമാണ്. അൽ ഇഅ്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും, ഈ ഖബറിലുള്ള ആളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹും യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, ഈ ഖബറിലുള്ള ആളുകൾ നമുക്ക് ശുപാർശകരായി തീരും എന്ന് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് മക്കയിലുള്ള മുശ്രിക്കുകളുടെ പ്രവൃത്തിക്ക് സമാനമാണെന്ന് പറഞ്ഞത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറു റാസിയിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മക്കയിലുള്ള മുശ്രിക്കുകളുടെ സമാനമായ സങ്കല്പമാണ്. ഖബറുകളെ ബഹുമാനിച്ചുകൊണ്ട് ആ ഖബറിലുള്ള ആളുകളുടെ അടുക്കൽ അവിടെ ചെന്നുകൊണ്ട് പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും നടത്തിക്കൊണ്ട് ഇവർ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും. മൊഹീദ്ദീൻ ഷേഖ് ഞങ്ങളുടെ ഷഫീ ആയിരിക്കും, മൊഹീദ്ദീൻ ഷേഖ് ഞങ്ങളുടെ കൈവടിക്കും എന്ന് മാല മൗലൂദുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ആ സങ്കല്പം,
അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് അത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസ സങ്കല്പത്തിനോടാണ് സാദൃശ്യമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് അവസാനത്തിൽ വഅലം അന്ന കുല്ല ഹാദിഹിൽ വുജൂഹി ബാതില. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന എല്ലാ സങ്കല്പങ്ങളും ബാത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞ ഈ ദലീലിന്റെ അടിസ്ഥാനത്തിൽ ആയത്ത് പറയാണ് അള്ളാഹുവിന് പുറമെ യാതൊരു ഉപകാരോപദ്രവം ചെയ്യാത്ത ചിലരോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്ന ആയത്തിൽ പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ കാര്യം എന്ന് വളരെ കൃത്യമായിട്ട് സഹോദരങ്ങളെ പറയാം. റാസി വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള ഖബറിന്റെ അടുക്കൽ പോയിട്ട് നടത്തുന്ന, എന്നിട്ട് അവർ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് പറയുന്നത് അത് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രവൃത്തിയോടാണ് സാദൃശ്യമെന്ന്. അതല്ലാതെ നമ്മുടെ വെക്കെട്ടിട്ട് വരേണ്ടതില്ല. നമ്മൾ നിങ്ങളെ കാഫിറാക്കി, മക്കയിലെ മുശ്രിക്കുകൾ പോലെയാണ് സമസ്തക്കാരൻ ഇവിടുത്തെ വഹാബികൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകളുടെ വികാരം ഇളക്കി വിട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, അതല്ലാതെ ഉസൂലുൽ സലാസയോ കിതാബു തൗഹീദോ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ തൗഹീദിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. റാസി തങ്ങൾ തുടരുന്നു, അദ്ദേഹം പറയാണ് നഹ്നു ലാ നഅബുദു ഹാദിഹിൽ അസ്നാം. അവർ പറയും ഫഖാലു, മക്കയിലെ മുശ്രിക്കുകൾ പറയും നഹ്നു ലാ നഅബുദു ഹാദിഹിൽ അസ്നാം, നമ്മൾ ഈ അസ്നാമുകളെ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല. ലിഅ്തിഖാദി അന്നഹാ ആലിഹത്തുൻ തദുറു വതൻഫഉ. ഇവരൊക്കെ സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. വഇന്നമാ നഅബുദുഹാ, തീർച്ചയായും ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ലിഅജ്ലി അന്നഹാ തംസീലു ലിഅശ്ഹാസിൻ കാനു ഇൻദല്ലാഹി മിനൽ മുഖറബീൻ. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ സമീപസ്ഥരായ ചില ഔലിയാക്കളെ ഓർമ്മിക്കാൻ വേണ്ടി കൊത്തിയുണ്ടാക്കിയതാണ്. ഈ ഖബറിന്റെ അടുക്കൽ പോയാലും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇതല്ലേ സംഭവിക്കുന്നത്. ഓരോ ഖബറിന്റെ അടുക്കൽ പോകുമ്പോൾ ഈ സാലിഹിനെ നിങ്ങൾക്ക് ഓർമ്മ വരും. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യും, അവരോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കാര്യം പറയണേ എന്ന് പറയും, നമ്മുടെ വിഷമങ്ങൾ ആവലാദികൾ പറയും, കരയും, അങ്ങനെ പ്രയാസപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ? ഈ പറഞ്ഞ കാരണം തന്നെയാണ് എന്ന് റാസി തങ്ങൾ വളരെ കൃത്യമായി സഹോദരങ്ങളെ ഇവിടെ കൃത്യമായി പറഞ്ഞു തരികയാണ്. ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളൊക്കെ സമസ്തക്കാരുടെയൊക്കെ പള്ളി ദർസുകളിലും അതുപോലെ അവരുണ്ടാക്കുന്ന കോളേജുകളിലൊക്കെ വിശ്വാസം പഠിപ്പിക്കാൻ തലമുറകളായി അവർ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ആണല്ലോ, ബുക്കാണല്ലോ ശറഹുൽ അഖായിദ് എന്നുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ അതേ ഗ്രന്ഥകർത്താവ് സഅദുദ്ദീൻ തഫ്താസാനി, അദ്ദേഹം ശറഹുൽ മഖാസിദിൽ പറയുന്ന വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം വിഗ്രഹാരാധകരുടെ വ്യത്യസ്ത രൂപങ്ങളെ പറയുന്ന സമയത്ത് വിഗ്രഹാരാധകർ അങ്ങനെ മുശ്രിക്കുകളാകാനുള്ള കാരണം അഞ്ചാമതായി അൽ ഖാമിസ് അദ്ദേഹം പറയാണ് അന്നഹു ലമ്മാ മാത മിൻഹും മൻ ഹുവ കാമിലുൽ മർതബതി ഇൻദല്ലാഹി തആല. അല്ലാഹുവിന്റെ അടുക്കൽ നല്ല ഉന്നത മർത്തബയുള്ള വലിയ സ്ഥാനമുള്ള ഔലിയാക്കൾ, സാഹിദിങ്ങൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടാൽ ഇത്തഖദു തിംസാലൻ അലാ സൂറത്തിഹി, അവരുടെ ആ പറയുന്ന ആളുകളുടെ രൂപത്തിൽ അവർ ചില വിഗ്രഹങ്ങളും മറ്റുമൊക്കെ കൊത്തിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വിഗ്രഹങ്ങൾ വേറൊരു ഇലാഹാണെന്ന വിശ്വാസത്തിലാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? വഅല്ലമുഹു, അവരെ ബഹുമാനിക്കും. തശഫുഅൻ ഇലല്ലാഹി തആല വതവസ്സുല, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശകരായിട്ടും വസീലയായിട്ടും ഈ ആളുകൾ ഉണ്ടാകും. തവസ്സുലിന് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി ഈ പറയുന്ന ആളുകൾ ഉണ്ടാകും എന്ന് സഹോദരങ്ങളെ, നല്ല ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഇവിടെ പറഞ്ഞത് തഫ്താസാനി അദ്ദേഹത്തിന്റെ ശറഹുൽ മഖാസിദിൽ പറഞ്ഞ കാര്യമാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നു എന്നാണ് വളരെ കൃത്യമായി സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഒന്ന് പറയാണ് മക്കയിലെ മുശ്രിക്കുകൾ അത് വേറെയാണ്. എന്താണ് ഇതിന്റെ തെളിവ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഈ ആയത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നതിനെ നീ ആരാധിക്കുന്നില്ല. അപ്പോൾ ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ പറയുന്നത്, അപ്പോൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവനാണ്, നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മുഫസ്സിറുകൾ മുഴുവൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഇഖ്ലാസോട് കൂടിയാണ്, അവനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കാത്ത രൂപത്തിലാണ്. നിങ്ങൾ ആരാധിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ വുദു എടുത്തവന്റെ വുദു പോയതുപോലെയാണ്, അത് ഇബാദത്തായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന വല്ലപ്പോഴുമുള്ള അള്ളാഹിനോടുള്ള പ്രാർത്ഥന, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോടൊപ്പം മറ്റുള്ളവരോട് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല
ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂനിന്റെ തഫ്സീറായിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അറിഞ്ഞിരുന്നില്ല, ആരാധിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. സഖാഫി ഇത് വെല്ലുവിളിയാണ്. നിങ്ങൾ ഇത് സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളാണ് ആയത്തോതി ആളുകളെ വഞ്ചിച്ചിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല, മറിച്ച് നിങ്ങൾ അംഗീകരിക്കുന്ന മുഴുവൻ മുഫസ്സിറുകളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും കേൾക്കുക. തജ്രീദു തൗഹീദുൽ മുഫീദ് എന്ന് പറയുന്ന അല്ലാമ മക്രീസി അശ്ശാഫിഈയാണ്. ഹിജ്റ 845 വഫാത്തായിട്ടുള്ള ഷാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹം മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുക, വലാ റൈബ അന്ന തൗഹീദ റുബൂബിയ്യതി ലം യുൻകിറുൽ മുശ്രികൂൻ. ഒരു സംശയവുമില്ല, മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹു റബ്ബാണെന്നുള്ളതിനെ ധിക്കരിച്ചിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല എന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ്. ബൽ അഖറു ബി അന്നഹു സുബ്ഹാനഹു വ തആല ഖാലിഖുഹും വ ഖാലിഖുസ് സമാവാതി വൽ അർദ് വൽ ഖായിമു ബി മസാലിഹിൽ ആലമി കുല്ലി. മറിച്ച് അവർ അംഗീകരിച്ചിരുന്നു അല്ലാഹുവാണ് അവരുടെ ഖാലിഖ്, അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചവൻ, അല്ലാഹുവാണ് മുഴുവൻ കാര്യങ്ങളും മസ്ലഹത്തുകളും എല്ലാം ചെയ്തു തരുന്നവൻ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. വഇന്നമാ അൻകറു തൗഹീദൽ ഇലാഹിയ്യതി വൽ മഹബ്ബ. അവർ ആകെ എതിർത്തിട്ടുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കുക, അല്ലാഹുവിനോട് മാത്രം ഇഷ്ടപ്പെടുക. ഈ പറയുന്ന കാര്യത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മറിച്ച് തൗഹീദുർ റുബൂബിയ്യ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ ഇവിടെ മക്രീസ് ശാഫിഈയാണ്. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ ശിഷ്യനാണോ? സൗദി ഗവൺമെന്റ് ഉടലെടുത്തതിന് ശേഷം അവിടുന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥമാണോ? അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹോദരങ്ങളെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അതാണ് വസ്തുത, അതാണ് വസ്തുത. അതല്ലാതെ അത് മറച്ചു വെക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് പരിചിതമായ ഒരു ഹദീസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ സഹാബി പറയുന്നുണ്ട്, അബൂ വാഖിദിൻ ലൈസി വനഹ്നു ഹദീസ് വഹദിൻ ബികുഫർ. ഞങ്ങളിൽ ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകളാണ്, പുതു മുസ്ലിമീങ്ങളാണ്. വൽ മുശ്രികീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹാ. മുശ്രിക്കുകളുടെ അടുക്കൽ ഒരു സിദ്റയുണ്ട്, ഒരു എലന്ത മരമുണ്ട്. യഅകുഫൂന ഇൻദഹാ, അവർ അതിന്റെ അടുക്കൽ ഭജനമൊക്കെ ഇരിക്കും. വയനതൂന ബിഹാ അസ്ലിഹതുഹും. അവർ യുദ്ധത്തിന് പോകുന്നതിനൊക്കെ മുമ്പ് ഒരു ബറക്കത്ത് എന്നോണം അവരുടെ ആയുധങ്ങളൊക്കെ അവിടെ തൂക്കിയിടും. ഇന്നും അത് ആളുകൾ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ അവർ ചെയ്യും. യുഖാലു ദാത്തു അൻവാത്ത്, അതിന്റെ പേര് ദാത്തു അൻവാത്താണ്. ഫമറർന ബിസിദ്റ. ഞങ്ങൾ അങ്ങനെ ഒരെലന്ത മരത്തിന്റെ അടുക്കലേക്ക് കൂടി നടന്നുപോയി. അപ്പൊ പുതു മുസ്ലിമീങ്ങൾ, അവർക്ക് തൗഹീദിനെ കുറിച്ച് വലിയ ധാരണയില്ല. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്തു അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. ഇങ്ങനെ ബറക്കത്തെടുക്കാൻ അവർക്കൊരു ദാത്തു അൻവാത്തുള്ള ഇലന്ത മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലന്ത മരത്തെ നിശ്ചയിച്ചു തന്നൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രതികരണം എന്തായിരുന്നു? അല്ലാഹു അക്ബർ. അത്ഭുതത്തോടു കൂടി പറഞ്ഞു, അല്ലാഹു വലിയവൻ. ഇന്നഹ സുനൻ ഖുൽതും വല്ലദീ നഫ്സി ബിയദി കമാ ഖാലത് ബനൂ ഇസ്രായീൽ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ ഈ പറഞ്ഞത് അത് പഴയൊരു ശരിയാണ്. ബനൂ ഇസ്രായേലുകാർ മൂസയോട് പറഞ്ഞതുപോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹുള്ളതുപോലെ നമുക്കും ഇലാഹ് വേണമെന്ന് മക്ക അന്ന് ബനൂ ഇസ്രായേലുകാർ മൂസയോട് പറഞ്ഞ വാക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തേ അവർ പറഞ്ഞിട്ടുള്ളൂ? നമുക്കൊരു മരം വേണം ബറക്കത്തെടുക്കാൻ വേണ്ടി. അതിൽ ഒരു മരം വേണം, നമ്മുടെ ആയുധങ്ങളൊക്കെ നമുക്ക് അവിടെ തൂക്കിയിടാമല്ലോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നിങ്ങൾ അതിനെ ഇലാഹാക്കലാണ് എന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും. തീർച്ചയായും മുഴുവൻ മുസ്ലിം ഉമ്മത്തിനോടാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. ജൂതനസ്രാണികളുടെ പാരമ്പര്യം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയാൻ. സഹോദരങ്ങളെ, ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്റെ തഫ്സീർ അല്ലേ? അല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന അബൂബക്കർ തുർത്തൂഷി ഹിജ്റ 520 വഫാത്തായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ഇതിനെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 38-39 പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫൻദുറു റഹിമകുമുല്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം വായിക്കുന്ന നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ നോക്കൂ, ഐനമാ വജത്തും സിദ്റതൻ ഔ ശദറ യക്സുദുഹ الناس ويعظمون من شأنها ويرجون البرء والشفاء من قبلها وينوتون بها المسامر والخرق فهي ذات أنوات فاقطعوها. അദ്ദേഹം പറയുന്ന കാര്യം ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയാൻ, നിങ്ങൾ ഇതേപോലുള്ള മരം എവിടെ കാണുകയാണെങ്കിലും ശരി, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ചില മരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ പോകുന്നു, അതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെ ആളുകൾ ആ മരത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പുണ്യം പ്രതീക്ഷിക്കുന്നു, ശിഫ പ്രതീക്ഷിക്കുന്നു, രോഗശമനം പ്രതീക്ഷിക്കുന്നു, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രതീക്ഷിക്കുന്നു.
അങ്ങനെ അവിടെ തുണിക്കഷ്ണങ്ങൾ കെട്ടുന്നു, ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആണികൾ അത് നാട്ടിവെക്കുന്നു. ഇങ്ങനെ വല്ലതും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ദാത്തു അൻവാത്താണ്, റസൂലുള്ളാഹി വിരോധിച്ച ദാത്തു അൻവാത്താണ്. അതിനെ നിങ്ങൾ ഇലാഹാക്കുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ മുറിച്ചു കളയണം എന്ന് സഹോദരങ്ങളെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞതല്ല, ഇമാം തുർത്തൂശി അദ്ദേഹത്തിന്റെ അൽ ഹവാദിസുൽ ബിദ്അയിൽ പറയാൻ. സമസ്തക്ക് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ മരങ്ങളിൽ പച്ച തുണി വിരിച്ചുകൊണ്ട് ആളുകൾ അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പല പച്ച തുണികൾ കെട്ടുകയാണ്. സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ഷാമ ശിഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ അൽ ബാഇസ് ഫി ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസിൽ അദ്ദേഹം സമാനമായ കാര്യം പറയുന്നുണ്ട്. ഇതേപോലെയുള്ള പുണ്യ കിണറുകളും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഇതുപോലുള്ള കൊടിമരങ്ങളും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ദമസ്കസിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത് അതിനെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു എന്ന് അബൂ ഷാമ നവി ഇമാമിന്റെ ഉസ്താദാണ്. അദ്ദേഹവും ഇത് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്തരം മരങ്ങളെയും ഇത്തരം പുണ്യ പുഷ്പങ്ങളെയും മറ്റുമൊക്കെ അതിനെ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകൾ എത്രയാണ് ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇലാഹാക്കുക എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞതെല്ലാം മുൻഗാമികളായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹും എത്രയോ മുമ്പുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് ഖബറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ പോയി പലതും കാട്ടിക്കൂട്ടുന്ന ആളുകളോട് ഷാഫി പണ്ഡിതനായ ഇബ്നുൻ നഹാസ് അദ്ദേഹത്തിന്റെ തൻബീഹുൽ ഗാഫിലീൻ അൻ അമാലിൽ ജാഹിലീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അശ്രദ്ധയിലായി പോയ ആളുകൾ ഉണർത്തൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഖബറിന് അരികിൽ വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സമസ്തക്കാരെ, നിങ്ങൾ വളരെ കൃത്യമായി കേൾക്കണം. ഈ ആളുകൾ നിങ്ങളെ വഞ്ചിക്കുന്നത് ഇതൊക്കെ വഹാബിസമാണ്. വഹാബിസം എന്ന് പറഞ്ഞാൽ വഹാബിന് ശേഷം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം ഗവേഷണം ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മൾ അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിക്കാറുണ്ട്. നോക്കൂ, ഇമാം ഇബ്നുൻ നഹാസ് ഷാഫിഈയാണ്. ഹിജ്റ 814 വഫാത്തായ മനുഷ്യനാണ്. 1200 കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് 1100 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നുണ്ട് ഖബറിന്റെ അരികിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. അതിൽപ്പെട്ടതാണ് ഈ മരങ്ങളുടെ അടുക്കൽ വന്നിട്ട് വിളക്കുകൾ നാട്ടുക, അതുപോലെ തന്നെ കല്ലുകളുടെയും അതുപോലെ മരങ്ങളുടെയും അതുപോലെ തന്നെ നദികളുടെയും കിണറുകളുടെ അടുക്കൽ വന്നിട്ട് വിളക്ക് കത്തിക്കുന്ന പരിപാടിയുണ്ട്. ഇന്നും അതുണ്ട്. കണ്ണൂർ ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മക്ബറകളുണ്ട്. ആളുകൾ അവിടെ പോയിട്ട് വിളക്ക് കത്തുന്നുണ്ട്. എന്തിനാണിതാ? അദ്ദേഹം പറയുന്ന കാരണം വയഖൂലൂന ഇന്നഹാ തഖ്ബലു നദർ, ഇങ്ങനെ ചെയ്താൽ അത് നേർച്ച സ്വീകരിക്കും. വഹാദിഹി കേൾക്കുക, വഹാദിഹി കുല്ലുഹാ ബിദ്ഉൻ ശനീഅ വമുൻകറാത്തിൻ ഖബീഹ, ഇതെല്ലാം വളരെ മ്ലേച്ഛകരമായ മോശപ്പെട്ട ബിദ്അത്തുകളാണ്. തജിബു ഇസാലതുഹാ വമഹു അസരിഹാ, ഇത് നീക്കം ചെയ്യുക, ഇതിനെ മായ്ച്ചു കളയുക, തുടച്ചു കളയുക എന്നുള്ളത് വാജിബായ കാര്യമാണ് എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഇന്ന അക്സറൽ ജുഹാൽ, അധികം വിവരമില്ലാത്ത ആളുകളും യഅതഖിദൂൻ, അവർ വിശ്വസിക്കുന്നത് അൻഹാ തൻഫു വതദുർ, ഇത് ഉപകാരോപദ്രവങ്ങൾ ചെയ്യും, വതജ്ലിബു, അതെന്തെങ്കിലുമൊക്കെ നന്മകൾ കൊണ്ടുവരും, വതദ്ഫ, എന്തെങ്കിലുമൊക്കെ ഷർറുകൾ തടയും, വതശ്ഫിൽ മറദ്, രോഗത്തെ ശിഫയാക്കും, വതറദുൽ ഗായിബ ഇദാ നദറ ലഹാ, നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വല്ല നേർച്ചയും ചെയ്താൽ അത് തിരികെ കൊണ്ടുവരും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഇതൊക്കെ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ആരെങ്കിലുമാണ് എന്നൊന്നും അവർ ഈ മരത്തിനെ കുറിച്ചോ കല്ലുകളെ കുറിച്ചോ ഒന്നും വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വഹാദാ ശിർകുൻ, ഇത് ശിർക്കാണ്. വമുഹാദ്ദത്തുൻ ലില്ലാഹി തആല വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള വ്യക്തമായ വിരോധവുമാണ്, എതിരാകലുമാണ് എന്ന് സഹോദരങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തരം സ്ഥലങ്ങളിൽ പോയി വിളക്ക് വെക്കുക. എത്ര ഖബറുകളുണ്ട്, ആളുകൾ പോയി വിളക്ക് വെക്കുന്നു. എത്ര മരങ്ങളുണ്ട്, ആളുകൾ അതിന് ലക്ഷ്യം വെച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉപകാരോപദ്രവങ്ങളൊക്കെ തടയും, വല്ല നേട്ടങ്ങളും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കുക. ഇനി ജാറങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എതിർക്കുമ്പോൾ ആളുകൾ പറയാറുണ്ടല്ലോ, ആരാണ് ഇത്തരം ജാറങ്ങളെ കുറിച്ചൊക്കെ എതിർക്കാൻ തുടങ്ങിയത്? നിങ്ങളല്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെയാണല്ലോ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അസ്സഖാവി ഈ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹയുടെ തർജ്ജിമ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആത്മകഥയെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ കൃത്യമായി സഖാവി
ഇബ്നു ഹജറിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മിസ്റിലുള്ള ചരിത്രം നഫീസ ബീവിയുടെ ആ ഖബറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 949 അൽ ജവാഹിർ വദ്ദുറർ എന്ന് പറയുന്ന സഖാവിയുടെ ബുക്ക് നിങ്ങൾ വായിക്കുക, പുസ്തകം നിങ്ങൾ വായിക്കുക. അറിയുന്ന ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ആളുകളെ സന്ദർശിക്കുന്ന ഈ ഖബർ യഥാർത്ഥത്തിൽ അവർ ഖബറല്ല, പക്ഷെ ഈ സ്ഥലത്താണ് ഉള്ളത്, ഇത്തിഫാഖുണ്ട്, ഇവിടെ എവിടെയോ ആണ്. പക്ഷെ അയാൾ ഖബർ അതാണെന്നില്ല. ഇത് ഈ പരിപാടി പണ്ടേ തുടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയില്ലേ, BP അങ്ങാടിയിൽ യാഹു തങ്ങൾക്ക് 2 ജാറമുണ്ട്. അതിലേതെങ്കിലും ഒന്നല്ലേ ശരിയാവുകയുള്ളൂ സഹോദരങ്ങളെ. ഈ പറയുന്ന പല ഇമാമിങ്ങൾക്കും ഒന്നിലധികം ജാറങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് നടക്കണ്ടേ. ഓരോ ജാറങ്ങളിലും വന്ന ആളുകൾ പണമിട്ടിട്ടല്ലേ ഇവിടെ പല സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ ജീവിതമാർഗം യഥാർത്ഥത്തിൽ ഇത്തരം ജാറങ്ങളല്ലേ. അദ്ദേഹം പറയാണ്, ആ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ അവരുടേതൊന്നും അല്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ആളുകൾ ഈ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യത്തിൽ പലരും പരിധി വിട്ടിട്ടുണ്ട്. അല്ല, അധിക പേരും സിയാറത്തിന് വരുന്ന അധിക പേരും അദ്ദേഹം പറയണം ബൽകുല്ലുഹും അധിക പേരും പരിധി വിട്ടിട്ടുണ്ട്. ഹത്താ ഇന്ന ബഅദഹും യഖഉ ഫിൽ കുഫർ വഹുവ ലാ യശ്ഉർ. അറിയില്ലാത്ത സാധാരണക്കാർ പലരും തന്നെ കുഫർ സംഭവിച്ചിട്ടുണ്ട്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവിനാണ് അഭയം എന്നാണ് പറയുന്നത്. സഹാബി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറയാം. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മുതഅല്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് സഹാബി ഉദ്ധരിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും സഹാവിയെയും ഇബ്നു ഹജറിനെയും ഇബ്നു റജബിനെയും റാസിയെയും ഒക്കെ ഉദ്ധരിക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന് അൽ ജവാഹിർ വദ്ദുറർ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതാരെങ്കിലും ഒക്കെ കെട്ടിയുണ്ടാക്കിയതാണോ? നിങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ സഹോദരങ്ങളെ, ലൈബ്രറികളിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ സഹാവിയുടെ ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറിനെ കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ശിർക്ക് സംഭവിക്കുന്നുണ്ട്, അവരറിയുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ഖബറിലുള്ള നഫീസ ബീബിയാണ് ലോകങ്ങളെ നിയന്ത്രിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ടാ? നഫീസ ബീവിക്ക് സ്വന്തമായിട്ട് ഉപകാരപത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മിസ്രിൽ കിടക്കുന്ന മരിച്ചുപോയ ആൾക്ക് അങ്ങനെ സംഭവിക്കുന്നു. അവിടുത്തെ മിസ്രുകാർ വിശ്വസിച്ചിട്ടുണ്ടോ? ഒരാളും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു, അവരറിയാതെ ശിർക്കിൽ വീഴുന്നു. സഹോദരങ്ങളെ, ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇനിയും തീർന്നില്ല, നിങ്ങൾ കേൾക്കുക. ഇബ്നു ഹജർ ഹൈതമി പലപ്പോഴും അംഗീകരിക്കുന്ന പല ഫിഖ്ഹി ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഉദ്ധരിക്കുന്ന പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിന്റെ അൽ ഇഅ്ലാമു ബിഖവാത്തിഇൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പറയുന്ന ഒരുപാട് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയാണ്, വമിൻ ദാലിക്, അതിൽപ്പെട്ടതാണ്, അഥവാ അദ്ദേഹം തൊട്ടുദ്ധരിക്കുന്നത് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും പറയണ്ട. ഹംബലി പണ്ഡിതന്മാരുടെ വീക്ഷണം പറഞ്ഞിട്ട് അദ്ദേഹം വളരെ കൃത്യമായി ഉദ്ധരിക്കുകയാണ്. അത് തെറ്റാണെന്നൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. വമിൻ ദാലിക് അൻ യജ്അല ബൈനഹു വബൈനല്ലാഹി തആല വസായിത്. അങ്ങനെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെയും പടപ്പിന്റെയും ഇടയിൽ ചില മധ്യവർത്തികളെ നിശ്ചയിക്കുക എന്നുള്ളത്. യതവക്കലു അലൈഹിം, അവരിൽ ബലമേൽപ്പിക്കുക, വയദുഊഹും, അവരോട് ദുആ ചെയ്യുക, വയസ്അലുഹും, അവരോട് കാര്യങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാലു ഇജ്മാ, അവർ പറഞ്ഞത് ഈ ഏക അഭിപ്രായമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല ഇത്. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഖബറാളിയോട് തേടാൻ പറ്റുമോ? ഇല്ലേ. മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല അത്. അദ്ദേഹം അത് ഫുറൂഇൽ നിന്നും, അഥവാ ഹംബലി മദ്ഹബിലെ ഫുറൂഇൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത് പറയുന്നത്. സഹോദരങ്ങളെ, ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം വഹാബിയാണോ? നിങ്ങൾ പറയുക. അദ്ദേഹമാണ് വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വഹാബികൾ ഞങ്ങളെ കാഫിറാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആരും തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒന്നും ഒരായത്തും നമ്മുടെ വക ഉദ്ധരിച്ചിട്ടില്ല. അത് നമ്മുടെ ശൈലിയുമല്ല. മറിച്ച് നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും സ്വഹാബത്തും സലഫുകളും വിശദീകരിച്ചതുപോലെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ നമ്മൾ സ്വഹാബത്തിന്റെ മാർഗത്തിലല്ല എന്ന് പറയുന്നവർ, നിങ്ങൾ തെളിയിക്കുക. നമ്മൾ ഈ പറയുന്ന ഏത് കാര്യത്തിലാണ് സ്വഹാബികൾ എതിരായിട്ടുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഏത് സ്വഹാബിയാണ് ഏതെങ്കിലും ഒരു ആയത്തിന്റെ തഫ്സീർ ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ കാഫിറാക്കി എന്ന് പരാതിപ്പെടേണ്ടതില്ല. മറിച്ച് പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി കേൾക്കുക. ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു നുജൈമൻ ഹനഫി, അദ്ദേഹം ഹനഫി മദ്ഹബിലെ പ്രസിദ്ധമായ ഫത്വ ഗ്രന്ഥമായ അൽ ബസ്സാസിയ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ഉഫൽ ബസ്സാസിയത്തി ഖാല ഉലമാഉന, ബസ്സാസിയയിൽ
നമ്മുടെ ഉലമാക്കൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അൽ ബഹ്റു റായിഖ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറയുന്നത്? വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായി സമസ്തക്കാരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതല്ല, വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയാൻ, മൻ ഖാല അർവാഹൽ മശായിഖി ഹാദിറത്തുൻ തഅലമു യക്ഫുർ. ആരെങ്കിലും ഒക്കെ പറയാൻ മശായിഖുമാരുടെ റൂഹുകൾ അങ്ങനെ ഇവിടെ സന്നിധനാകും, അവർ കാര്യങ്ങളെല്ലാം അറിയും എന്നാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യക്ഫുർ, കാഫിറാകുമെന്നാണ്. മശായിഖുമാർ അവരോട് പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം തേടിയാൽ, അവരുടെ ബുർദ മജ്ലിസ് സംഘടിപ്പിച്ചാൽ, അത്തരത്തിലുള്ള ബാല മൗലൂദുകൾ സംഘടിപ്പിച്ചാൽ അവരിവിടെ ഹാജരാകും, അവർ ഈ പറയുന്ന കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ കാഫിറാകുമെന്ന് പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ്, ഇബ്നു നുജൈബ് ഹനഫി, അദ്ദേഹം ഹനഫി മദ്ഹബിനെ ഉദ്ധരിച്ചുകൊണ്ട് ബസ്സാസിയിൽ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സമസ്തക്കാരെ, ഖുത്ബിയത്ത് ഓതുന്ന ആളുകളെ, എന്താണ് ഖുത്ബിയത്ത് ഓതുമ്പോഴുള്ള നിങ്ങളുടെ വിശ്വാസം? ഖുത്ബിയത്ത് ഓതുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചാൽ അയാൾ അവിടെ വരും, ഹാദിറാകും, നമ്മുടെ കാര്യങ്ങൾ അറിയും എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ആ വിശ്വസിക്കുന്നത് വളരെ കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മുറിയായി ഇരുട്ടാക്കിക്കൊണ്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ വിതറിക്കൊണ്ട് പോയതിന്റെ അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമസ്തക്കാരെ, മുസ്ലിയാക്കന്മാരെ, അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറായി പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ തന്നെയാണ്. അതല്ലാതെ നിങ്ങൾ അഹ്ലുസുന്നത്തിൽ നിന്നും പുറത്താന്ന് ആരോപിക്കുന്ന വഹാബികളല്ല, നിങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ഒന്നുകൂടി കേൾക്കുക. പ്രസിദ്ധനായ പണ്ഡിതൻ അബ്ദുൽ ഹൈ അൽ ലഖ്നവി, അദ്ദേഹം ഇതേപോലെ സമാനമായ കാര്യം അദ്ദേഹത്തിന്റെ മജ്മൂ ഫതായിൽ ചോദ്യോത്തരമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കാൻ, സുഇലാൻ റജുലിൻ, ഒരാളെ കുറിച്ച് ചോദിക്കാൻ, യദുന്നു അന്നൽ ഔലിയ യഅലമൂന വസ്മഊൻ, ഔലിയാക്കൾക്ക് കാര്യങ്ങൾ അറിയാനും കേൾക്കാൻ സാധിക്കും. നിദാ അൽ മുനാദി ഖരീബൻ വ ബഈദ, വിളിക്കുന്നവൻ അടുത്താണെങ്കിലും ശരി, ഖബറിന്റെ അടുത്ത് വന്ന് വിളിച്ചാലും ശരി, ഖബറിന്റെ ദൂരെ പോയി വിളിച്ചാലും ശരി, എവിടുന്ന് വിളിച്ചാലും ശരി, അങ്ങനെ ഒരാൾ വിശ്വസിക്കുകയാണ്. ഫയസ്തമിദ്ദുഹു ബിഅൽഫാദിൻ യഖൂലുഹാ അൽ ഹാദിർ ലിൽ ഹാദിർ, എന്നിട്ട് വളരെ കൃത്യമായി ഹാജറുള്ളവനോട് പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സഹായങ്ങളൊക്കെ ലഭിക്കും എന്നൊക്കെ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയാൻ, ഹാദാ റജുലുൻ ഫാസിദുൽ അഖീദ, അഖീദ ഫാസിദായ ഒരുത്തനാണ്. ബൽ യുഖ്ശാ അലൈഹിൽ കുഫർ, അവൻ കാഫിറായി പോകും, കുഫറാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്താണ് അദ്ദേഹം പറയാൻ കാരണം? ഫഇന്ന സിമാ അൽ ഔലിയാ ഫഇന്ന സമാ അൽ ഔലിയാ ലിന്നിദാഇ മിൻ ബഈദിൻ ലൈസ ബിസാബിത, ഔലിയാക്കൾക്ക് ദൂരത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് പറയുന്ന കാര്യം സ്ഥിരപ്പെട്ട ഒന്നേ അല്ല. വൽ ഇൽമുൽ കുല്ലി ബിജമീഇൽ ജുസ്ഇയാത്ത് ഫി ജമീഇൽ അസ്മാൻ മുഖ്തസ്സുൻ ബില്ലാഹി അസ്സ വജൽ, എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ആര് വിളിച്ചാലും കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം. അള്ളാഹു അങ്ങനെ കഴിവ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്ന ശിർക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെ എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, മാല മൗലൂദുകളിൽ എന്താണ് പറയുന്നത്? വല്ല നിലത്തുനിന്നും വിളിച്ചാലും വായ് മൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും എന്ന് പഠിപ്പിച്ച് വിശ്വസിക്കുകയാണ് ആളുകൾ. എന്നാൽ വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? അവർ പറയുന്നു, ഇന്ന അർവാഹൽ മശായിഖ് ഹാദിറത്തുൻ തഅലം, അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മശായിഖുമാർ ഹാദിറാകും, അവർ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ കാഫിറായി തീരും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, തീർന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, വദക്കറ ഫീഹി അയ്ളൻ, അദ്ദേഹം പറയുന്നുണ്ട്, അന്ന മൻ തസവ്വജ ബിശഹാദത്തില്ലാഹി വറസൂലിഹി യക്ഫുർ, ആരെങ്കിലും അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഷഹാദത്തിൽ ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകും. കാരണം എന്താ? കാരണം അങ്ങനെ റസൂലിന്റെ ഷഹാദത്ത് എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കുന്നത് റസൂലിന് ഗൈബ് അറിയാമെന്നാണ്. മദീനയിൽ ഖബറിൽ കിടക്കുന്ന റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവന്റെ വിവാഹ സദസ്സിൽ പറയുന്ന കാര്യം അറിയാൻ പറ്റും, അങ്ങനെ ഷാഹിദാകാൻ സാധിക്കും എന്നാണ് അവന്റെ വിശ്വാസം. റസൂലിന് ഗൈബ് അറിയാമെന്ന് പറഞ്ഞാൽ കാഫിറാകുമെന്നാണ്. ഗൈബിന്റെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇവരുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ കേൾക്കാറില്ലേ, വർഷാവർഷം റമദാൻ മാസത്തിൽ മുഅ്മിനീങ്ങളുടെ ഈമാൻ തകരാറിലാക്കുന്നതിന് വേണ്ടി, അഖീദ പൊളിച്ചു കളയുന്നതിന് വേണ്ടി മഅദനിൽ സ്വലാത്ത് നഗറിൽ ബുഖാരി തങ്ങൾ ആളുകളെ, പുന്നിക്കോയ തങ്ങൾ, അയാൾ ആളുകളെ വിളിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആളുകളെ വിളിച്ചിട്ട് എല്ലാവരും മസ്ജിദിൽ ഇഅ്തികാഫിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരിക്കൽ പോലും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാത്തതായ സുന്നത്ത്, മസ്ജിദിൽ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുക എന്ന സുന്നത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പറമ്പിലേക്കും പാടത്തിലേക്കും വിളിച്ചിട്ട് സ്വലാത്ത് നഗറിൽ, തങ്ങളെ കാക്കണേ, തങ്ങളെ അറിയുന്നില്ലേ, നമ്മുടെ വിഷമങ്ങൾ അറിയുന്നില്ലേ, പ്രയാസങ്ങൾ അറിയുന്നില്ലേ, എത്ര നേരമായി വിളിക്കുന്നത് തങ്ങളെ എന്ന് പറഞ്ഞ് കരണ്ടിട്ട് ആളുകളെ മുഴുവൻ പഠിപ്പിക്കുകയാണ്. മദീനയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅദനിൽ, മലപ്പുറത്ത്
ആ പറയുന്ന ആളുകളുടെ വികാര വിചാരങ്ങൾ, അവരുടെ ഭാഷകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹ സഫലീകരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിക്കും, ഇടപെടാൻ സാധിക്കും എന്ന തനിച്ച കുഫറും ശിർക്കും ആളുകൾക്ക് പഠിപ്പിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെ ഒരൊറ്റ ചോദ്യം, എവിടെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ്? നിങ്ങൾക്ക് അഹ്ലുസ് സുന്നത്തിന്റെ ഏത് ഇമാമിനെ ഉദ്ധരിക്കാൻ സാധിക്കും? മശായിഖുമാർക്കും അതുപോലെ അമ്പിയാക്കൾക്കും ഗൈബ് അറിയാം. അവരൊക്കെ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ സാധിക്കുമെന്ന് ഏതെങ്കിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ ഈ ഉദ്ധരിച്ചതുപോലെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. എന്നു മാത്രമല്ല, ആത്മാർത്ഥമായി നിങ്ങൾ കിതാബുകൾ പരിശോധിച്ചാൽ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ടെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഫറാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ടെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സമസ്തക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവകാശപ്പെടുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നാണ്. നിങ്ങൾ അവകാശപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരാണെന്നാണ്. നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഷിയാക്കളല്ല എന്നല്ലേ? എന്നാൽ ഈ പറയുന്ന തെളിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ, ഷിയാക്കളുടെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്കിത് ലഭിക്കും. അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കും വലിയമാർക്കും ഗൈബ് അറിയാമെന്നുള്ള തെളിവ് നിങ്ങൾക്ക് ലഭിക്കുക ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ലാതെ മറ്റൊരിടത്തും ലഭിക്കുകയില്ല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക.